ഒരിക്കൽ ഒരു പെൺസിംഹം തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി ഉടൻ തന്നെ മരണപ്പെട്ടു. ആ സിംഹക്കുട്ടി അനാഥനായി. അതേസമയം ആ വഴി ഒരു ചെമ്മരിയാടിൻ കൂട്ടം കടന്നുപോയി. അനാഥനായി ഒറ്റപ്പെട്ടു നിന്ന സിംഹക്കുട്ടി ആട്ടിൻപറ്റത്തോടൊപ്പം യാത്ര ആരംഭിച്ചു. അവൻ ആട്ടിൻപറ്റത്തോടൊപ്പം വളർന്നു. താനും ഒരു ചെമ്മരിയാടാണെന്നാണ് അവൻ കരുതിയിരുന്നത്. അവൻ മാംസം ഭക്ഷിച്ചതേയില്ല. സിംഹങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അവൻ ഗർജിച്ചില്ല. അവൻ തൻ്റെ ചുറ്റുപാടുമുള്ള ആടുകളെപ്പോലെ ഒരാളാണെന്ന് കരുതി പുൽമേഞ്ഞു നടന്നു. കാലാന്തരത്തിൽ അവൻ വളർന്ന് ഒരു യുവസിംഹമായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രായമുള്ള ഒരു സിംഹം അവനെ ആട്ടിൻപറ്റത്തോടൊപ്പം കണ്ടു. ഒരു യുവസിംഹം ആട്ടിൻപറ്റത്തോടൊപ്പം എന്തു ചെയ്യുകയാണെന്ന് ആ മുതിർന്ന സിംഹം അത്ഭുതപ്പെട്ടു. അവൻ സത്യം മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മുതിർന്ന സിംഹം ആട്ടിൻപറ്റത്തെ ആക്രമിക്കാനായി ചാടി വീണു. ആട്ടിൻപറ്റം പേടിച്ച് ചിതറിയോടി. അവർക്കൊപ്പം യുവസിംഹവും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ അവൻ പിടിയിലായി. ഞാനൊരു പാവം ചെമ്മരിയാടാണ്, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് അവൻ മുതിർന്ന സിംഹത്തോട് കരഞ്ഞു പറഞ്ഞു. മുതിർന്ന സിംഹത്തിന് കാര്യം മനസ്സിലായി. അവൻ ആ യുവസിംഹത്തെ പുഴയരികിലേക്ക് കൊണ്ടുപോയി. പുഴയിൽ നോക്കി അവന്റെ പ്രതിബിംബം കാണാൻ ആവശ്യപ്പെട്ടു. തെളിഞ്ഞ ശാന്തമായ പുഴവെള്ളത്തിൽ ജീവിതത്തിൽ ആദ്യമായി ആ യുവസിംഹം തന്റെ പ്രതിബിംബം കണ്ടു. താനൊരു ചെമ്മരിയാടല്ല, മറിച്ച് ഒരു സിംഹമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പുതിയതായി ഉണ്ടായ ആ തിരിച്ചറിവിൽ ഒരു വല്ലാത്ത ധൈര്യം അവന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായി അവന് തോന്നി. താനൊരു സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞ ശക്തിയിൽ അവൻ ഉറക്കെ ഗർജിച്ചു. അവന്റെ ഗർജനത്തിൽ ആ കാടാകെ പ്രകമ്പനം കൊണ്ടു. അക്കാലമത്രയും കേവലം ഒരു ചെമ്മരിയാടാണെന്ന് കരുതി ജീവിക്കേണ്ടി വന്നത് തൻ്റെ മനസ്സിന്റെ കെട്ടുപാട് കൊണ്ട് മാത്രമായിരുന്നു എന്ന് ആ സിംഹം തിരിച്ചറിഞ്ഞു. ചുറ്റുപാടുകൾ നമ്മുടെ ഉള്ളിൽ കുത്തിനിറച്ച വ്യാജ ദൗർബല്യങ്ങളെ തിരിച്ചറിയുക. ഭീരുക്കളോട് കൂട്ടുകൂടുന്ന ഏതു ധീരനും ഭീരുവായി മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ മനസ്സിന്റെ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നേറുക.